നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്കെത്തുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെ കോഴിക്കോട് വീട്ടിലേക്കെത്തുമെന്നാണ് കരുതുന്നത്. ആംബുലൻസിന് കോഴിക്കോട് വരെ കാർവാർ പോലീസും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിനും അനുഗമിക്കുന്നുണ്ട്. സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ഒപ്പമുണ്ട്. അർജുൻ്റെ ഫോണും വസ്ത്രങ്ങളും അടക്കമുള്ള അവശേഷിപ്പുകൾ ആംബുലൻസിന് പിന്നാലെയുള്ള കാറിലാണ് കൊണ്ടുവരുന്നത്. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത അർജുൻ്റെ മൃതദേഹം DNA പരിശോധനാ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ഇന്നലെ വൈകിട്ടാണ് കൈമാറിയത്. വൈകിട്ട് 6 മണിക്കാണ് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നാട്ടിലേക്ക് പുറപ്പെട്ടത്. അതേസമയം അർജുൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കർണാടക സർക്കാർ ആശ്വാസധനം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തുക ഇന്ന് MLA കുടുംബത്തിന് കൈമാറും. തൃശ്ശൂരിൽ നടന്ന കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത ATM കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ട്രക്ക് ഉടമ സുമാനുദ്ദീനാണെന്നും ATM കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായ മുഹമ്മദ് ഇക്രമാണെന്നും തമിഴ്നാട് പോലീസ്. ഹരിയാനയിലെ പൽവാൽ ജില്ലയിലെ ഇർഫാൻ, സഫീർ ഖാൻ, സഖീൻ, മുഹബാർക്ക് തുടങ്ങിയവരും നൂഹ് ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് അക്രം, അസീർ അലി, സുമാനുദ്ദീൻ എന്നിവരാണ് സംഘാംഗങ്ങൾ. ഇതിൽ സുമാനുദ്ദീനാണ് കൊല്ലപ്പെട്ടത്. ATM കവർച്ച ചെയ്യാനെത്തിയ പ്രതികളിൽ 2 പേർ കവർച്ചയ്ക്കായി കേരളത്തിലെത്തിയ വിമാനമാർഗം, 3 പേർ കാറിലും മറ്റുള്ളവർ ട്രക്കിലുമാണ് കേരളത്തിലെത്തിയത്. 20 കിലോമീറ്റർ പരിധിയിൽ 3 ATM കൗണ്ടറുകളിലാണ് വെള്ളിയാഴ്ച രാത്രി മോഷണം നടന്നത്. ഇരിങ്ങാലക്കുടക്കടുത്ത് മാപ്രാണത്തെ SBI ATMൽ പുലർച്ചെ 2:10-നാണ് ആദ്യ മോഷണം. ATM തകർന്ന സന്ദേശം ബാങ്ക് സെർവറിൽ നിന്ന് കിട്ടി. 2:45-ഓടെ പോലീസ് മാപ്രാണത്തേക്ക് എത്തുമ്പോഴേക്കും സംഘം തൃശ്ശൂരിലെത്തി. പുലർച്ചെ 3:02-ന് തൃശ്ശൂരിലെ നഗരത്തിലെ നായ്ക്കനാൽ ഷൊർണൂർ റോഡിലുള്ള 2ാമത്തെ SBI ATMും തകർത്തു. ഇവിടെ നിന്ന് നേരെ പോയത് കോലഴിയിലെ ATM കൗണ്ടറിലേക്ക്. അലർട്ട് കിട്ടിയതനുസരിച്ച് പോലീസ് 2ാമത്തെ പോയിന്റിൽ മിന്നൽ പരിശോധന നടത്തുമ്പോഴായിരുന്നു ഇത്. വെള്ളക്കാരനെ തേടി തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പോലീസുകാർ കൂട്ടത്തോടെ പരിശോധന നടത്തിയെങ്കിലും പാലക്കാട് അതിർത്തിയിൽ കാത്തുനിന്ന കണ്ടെയ്നർ ലോറിക്കുള്ളിലേക്ക് വെള്ളക്കാർ കയറ്റി മോഷണ സംഘം കേരളം വിട്ടിരുന്നു. നിലമ്പൂർ MLA PV അൻവറിൻ്റെ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമെതിരെയാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, LDFൻ്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. LDFനെയും സർക്കാരിനെയും അഭിമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകുമെന്നും, എന്നാൽ അതിപ്പോഴല്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. പ്രത്യാഘാതം ഭയക്കുന്നില്ലെന്ന് MLA PV അൻവർ. തൻ്റെ പാർക്കിൻ്റെ ഫയൽ അടക്കം മുഖ്യമന്ത്രിയുടെ മുന്നിലാണെന്നും അതെല്ലാം നിൽക്കുമ്പോഴാണ് താൻ സത്യം പറയുന്നതെന്നും തനിക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. താൻ LDF വിട്ടിട്ടില്ലെന്നും പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിയിൽ നിന്നും പാർട്ടി പുറത്താക്കുന്നതുവരെ തുടരുമെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. ഭരണകക്ഷി MLA സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യൻ്റെ ഓഫീസിൽ ഉപജാപക സംഘമുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞതാണ് ADGP RSS നേതാക്കളെ കണ്ടത് UDF ആണ് പുറത്തു കൊണ്ടുവന്നത്. UDF പറഞ്ഞത് ഭരണകക്ഷി MLA ആവർത്തിച്ചുവെന്നും VD സതീശൻ പറഞ്ഞു. അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പിന്തുണയുണ്ട്, എന്നാൽ അദ്ദേഹം LDFിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും സതീശൻ പ്രതികരിച്ചു. സർക്കാരിനെയും LDFനെയും അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശമാണ് PV അൻവറിനെങ്കിൽ അൻവറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ചോദിച്ചു. സമ്പൂർണമായ നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നതെന്നും സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ ഒരവകാശം പോലുമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. PV അൻവർ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയാണെന്നും അൻവറിൻ്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധാനത്തെക്കുറിച്ച് അൻവറിന് ധാരണയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവറിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവർ ചെയ്യുന്നത് അല്പത്തരമാണെന്നും പാർലമെൻ്ററി പാർട്ടി അംഗത്വം പാർട്ടിയെ തിരുത്താനുള്ള പദവിയല്ലെന്നും CPM പ്രസ്താവന പുറത്തിറക്കി. നേതൃത്വത്തെ ദുർബലപ്പെടുത്തി പാർട്ടിയെ തകർക്കുകയെന്ന വലതുപക്ഷ പാർട്ടി രാഷ്ട്രീയക്കാരുടെ പ്രചരണങ്ങളാണ് അൻവർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി.
താൻ തീപ്പന്തം പോലെ കത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിന് പിന്നാലെ CPMന് അൻവറിൻ്റെ മുന്നറിയിപ്പ്. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അൻവർ ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുമെന്നും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു. പാർട്ടിയോട് ഇടഞ്ഞ അൻവറിന് ഭാഗിക പിന്തുണ നൽകി KT ജലീലും രംഗത്തു വന്നു. PV അൻവറിൻ്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ആഹ്വാനത്തിന് പിന്നാലെ മലപ്പുറത്തുടനീളം CPMൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്ന ബാനർ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിഷേധം. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ PV അൻവറിനെതിരെ ഭീഷണി മുദ്രാവാക്യം. PV അൻവർ എംബോക്കി മര്യാദക്ക് നടന്നോളൂ, CPM ഒന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്റർ ഒന്നിഞ്ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടിയെറിഞ്ഞ് ചാലിയാർ പുഴയിൽ കൊണ്ടാക്കും എന്നാണ് മുദ്രാവാക്യം മുഴക്കിയത്. അൻവറിന് രാഷ്ട്രീയ അഭയം നൽകുന്നതിൽ കരുതലോടെ തീരുമാനമെടുക്കാൻ UDF. അൻവറിനെ ഉടൻ സ്വീകരിക്കുന്നതിന് പകരം തുടർ നടപടി നോക്കി തീരുമാനമെടുക്കാനാണ് മുന്നണിയുടെ തീരുമാനം. ഭരണകക്ഷി MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ എം.പി. മുഖ്യമന്ത്രിക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉയർന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ട് UDF സമരം ആരംഭിക്കുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. ഒക്ടോബർ 8-ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും 13 ജില്ലാ ആസ്ഥാനങ്ങളിലും UDFൻ്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഗമങ്ങൾ നടത്തുമെന്നും MM ഹസൻ അറിയിച്ചു. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ അഭിനന്ദിച്ച് നീതി ആയോഗ് മെമ്പർ ഡോക്ടർ വിനോദ് K. പോൾ കുട്ടികളുടെ ആരോഗ്യത്തിൽ കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും രാജ്യത്ത് ഏറ്റവും കുറവ് മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കുമുള്ള സംസ്ഥാനമാണ് കേരളം എന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.